നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ ഇന്ന് നോക്കുന്നത് ജ്യോതിഷപരമായി സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ്. കഠിനം പ്രയത്നം ചെയ്യുന്നതിനാലും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ ഉയർന്ന വരുമാനം, അതുപോലെ തന്നെ ഉയർന്ന സ്ഥാനത്തെ പറ്റിയൊക്കെ നിരന്തരം ചിന്തിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളും, അതുപോലെ തന്നെ ഇവർ ജീവിതത്തിൽ പരാജയങ്ങളെ പ്രശ്നമാക്കാതെ പരാജയങ്ങളിൽ വിജയം കണ്ടെത്തുന്ന വ്യക്തികളുമാണ് ഈ ഒരു നക്ഷത്രക്കാർ. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ ഇവർ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ്. ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അവർ കഠിനമായി പരിശ്രമിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് 100% സർക്കാർ ജോലി അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജാതക സംബന്ധമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളിലൊക്കെ മാറ്റം വരാനിടയുണ്ട്. അപ്പോൾ നമുക്ക് ആ നക്ഷത്രത്തിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജാതക സംബന്ധമായിട്ട് നിങ്ങളെ അലട്ടുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരങ്ങളൊക്കെ കാണുവാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പം ജാതക പരിശോധനകൾക്കായിട്ട് നിങ്ങൾക്ക് ആ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഭരണി, പുണർദം, അശ്വതി, കാർത്തിക, അതുപോലെ തന്നെ ചതയം, പൂരുരുട്ടാതി, തൃക്കേട്ട, രേവതി. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ചെറുതാണെങ്കിലും ഒരു സർക്കാർ തലത്തിലുള്ള ഒരു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. അതുപോലെ തന്നെ അധികാരം, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ ഉയർച്ചയൊക്കെ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. നക്ഷത്രപ്രകാരം ഇവർക്ക് അങ്ങനെ ഒരു ഫലമുണ്ട്. അപ്പോൾ ഈ ഒരു ഫലത്തെ അവർ വിനിയോഗിക്കുക, അവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊരു നമ്മുടെ ജ്യോതിഷപരമായിട്ട് ഏതൊരു മൂർത്തിയെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാൻ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതൊക്കെ വളരെയധികം ഉയർച്ച നൽകുന്നതാണ്. അതുപോലെ തന്നെ ഗണപതിയുടെ ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഗണപതിയോട് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലത്തെ നൽകുന്നതാണ്. അതുപോലെ തന്നെ സൂര്യൻ, അതുപോലെ ഹനുമാൻ. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശിവഭഗവാനെ ആരാധിക്കുമ്പോൾ തന്നെ സൂര്യദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് ലക്ഷ്യമിടുന്ന ഈ ഒരു നക്ഷത്രക്കാർ ഇതിലേതെങ്കിലും ഒരു ദേവതയെ കൂടി നിത്യമായിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മന്ത്രജപത്തിനായിട്ടോ അല്ലെങ്കിൽ ജന്മനക്ഷത്രം തോറും അവരുടെ ക്ഷേത്ര ദർശനത്തിനായിട്ടും കൂടി കുറച്ച് സമയം മാറ്റിവെക്കുകയാണെങ്കിൽ ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ട് വളരെ ഉയർച്ച, അതുപോലെ തന്നെ സർക്കാർ ജോലി, വളരെ സാമ്പത്തികവും അതുപോലെ തന്നെ അധികാരവും ലഭിക്കുന്ന തൊഴിൽ സ്ഥാനത്തിലേക്ക് ഇവരെത്തിപ്പെടുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.